പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠം നീക്കുവാണ്. നമ്മൾ ഇന്ന് ഉടമ്പടിയുടെ നിത്യതയും അനുദിന ജീവിതവും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്ന ശക്തമായൊരു വചനം ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് 2 സാമുവേൽ 23:5. 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അതാണ് നമ്മുടെ ഉടമ്പടി പോലെയാണ്. ഉടമ്പടിയുടെ പ്രത്യേകത അതാണ്. സുരക്ഷിതമായി, ലൂപ്പ് ഹോൾ ഇല്ലാതെ, അതാണ് ഒഴികഴിവില്ലാതെ, പ്രസരണ നഷ്ടമില്ലാതെ സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി ഏറ്റവും ഗുണം ഇതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ നിത്യരക്ഷ, അഭിലാഷം എന്ന് പറയുന്നത് എന്താണ്? അനുദിന ആവശ്യങ്ങൾ. അപ്പം അനുദിന ആവശ്യങ്ങൾ നിത്യരക്ഷയും ഒറ്റ പാക്കേജിൽ കിട്ടണത് എന്താണ്? അത് ഉടമ്പടിയാണ്.
ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് പരിശുദ്ധാത്മാവ് രൂപകൽപ്പന ചെയ്ത ദൈവാനുഭവത്തിൻ്റെ ദൈവസംരക്ഷണത്തിൻ്റെ കൃപാസനത്തിലാണെങ്കിൽ നടക്കുന്നത് അതിനേക്കാൾ ശക്തമായ ഉടമ്പടിയാണ്. കാര്യം മാതാവാണ് ഇതിൻ്റെ പ്രയോക്താവും മാധ്യസ്ഥയും ഉടമ്പടിയുടെ. അപ്പം മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന കാരണം അതാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ഇല്ലായ്മകളിലും പരിഹാരമാകാൻ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് ഭാഗഭാക്കാക്കുന്നത് ഒരു മരിയൻ കാഴ്ചപ്പാടാണ്. അതാണ് യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അവർക്ക് വീഞ്ഞ് അവിടെ ഇല്ലായ്മ പറയേണ്ട ആൾ യേശു ആണെന്ന് ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് മറിയമാണ്. കാര്യം മറിയത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചതെന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും. ഇപ്പോഴും പരിശുദ്ധാത്മ പറയണത് യേശുവാണല്ല. ദൈവ മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ആദ്യം കൈമാറിയ സ്ത്രീ രക്ഷാകര ചരിത്രത്തിലെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ദൈവം കൊടുത്ത പരിശുദ്ധ അമ്മ യേശു ആരാണെന്നുള്ള മുഴുവൻ വെളിപാടുകളുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ ഇല്ലായ്മ വന്നപ്പോഴും യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും മരിയൻ ഉടമ്പടിയിൽ എന്നും ഇതുപോലെ കനായിലെ കല്യാണത്തിൽ എന്നതുപോലെ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി യേശുവിനോട് എന്നും നിനക്കത് ലഭിക്കുന്ന വരെ അമ്മ നിൻ്റെ ആ ഉടമ്പടിയുടെ കാവൽക്കാരിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിഷൻ അവൻ പറയണ പോലെ ചെയ്തെന്നാണ് മരിയൻ മിഷൻ. ആ മരിയൻ മിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അർത്ഥവത്തായിട്ട് ഊർജ്ജസ്വരമായിട്ട് ചെയ്യാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങനെ ഞാൻ ശരി ഗൾഫ് കൺട്രീസ് വിട്ടിട്ട് യൂറോപ്യൻ കൺട്രീസ് ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് OET പഠിക്കാൻ തുടങ്ങി. 2 വർഷം ഞാൻ OET പഠിച്ചു. പക്ഷെ പഠിച്ച് എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം ഞാൻ 2 വർഷമായിട്ടും 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാറി മാറി പഠിച്ചു. എക്സാം അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഞാൻ പണ്ട് മുതലേ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെയാണ് പഠിച്ചതുകൊണ്ട് ഈശോയോടും മാതാവിനോടും പണ്ട് മുതലേ അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. എന്തായാലും എക്സാം ഒരു വട്ടം എഴുതാമെന്ന് വെച്ച് എഴുതി നോക്കി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ റൈറ്റിങ്ങിന് എല്ലാ മൊഡ്യൂളിലും നമുക്ക് 350 മാർക്കാണ് വേണ്ടത്. എനിക്ക് റൈറ്റിങ്ങിന് മാത്രം 290 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഒരു 300 മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ക്ലബിങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ യേശുവേ എനിക്കൊരു 300 മാർക്ക് വാങ്ങിച്ചു തരണം, ഞാൻ റീവാല്യൂഷന് കൊടുക്കുവാണെന്ന് പറഞ്ഞു. റീവാല്യൂഷൻ റിസൾട്ട് വന്നപ്പോൾ അതിശയകരമെന്ന് പറയട്ടെ 350 മാർക്ക് തന്നെ എനിക്ക് കിട്ടി. പിന്നീട് ഒരു OET എഴുതേണ്ട ആവശ്യമുണ്ടായില്ല. അങ്ങനെ അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. അയർലൻഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നവർക്ക് അറിയാം, ഡിസിഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ രജിസ്ട്രേഷനാണ്. ഏകദേശം 8 മാസം എടുത്തു ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി. ഡിസിഷൻ ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിഞ്ഞ
ഡിസംബർ 13-ാം തീയതി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 12-ാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇൻ്റർവ്യൂ 13-ാം തീയതി കൊച്ചി വെച്ചായിരുന്നു. ഇൻ്റർവ്യൂവിന് പാസ്സായി, ഓഫർ ലെറ്ററും കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. OET എഴുതിയവർക്കറിയാം, OETയുടെ വാലിഡിറ്റി എന്ന് പറയുന്ന 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നത്. ആ ഡിസംബറിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടി, മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെയായി. ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ചൊരു മറുപടി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഇൻ്റർവ്യൂ വിട്ടു. അടുത്ത ഏപ്രിലായി വേറൊരു ഇൻ്റർവ്യൂ വന്നു, വേറൊരു ഏജൻസിയുടെ. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ അവർക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. ആ പൈസയും ഞാൻ അടച്ചു. അവരുടെ കാര്യങ്ങൾ മുമ്പോട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ വേറെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും അത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ ഡിസംബറിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജനുവരിയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഉടമ്പടി എന്നൊരു പേര് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ തന്നെ പറഞ്ഞു, ചേച്ചി പോയി അവിടെ നേരിട്ട് പോയി ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാർച്ചിൽ ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ബൈബിള് വായിക്കുവോ, രാവിലെ 5:30 എണ്ണീച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. 7 മണിക്കാണ് എണ്ണീക്കുന്നെങ്കിൽ 7 മണിക്ക് പ്രാർത്ഥിക്കും, 7:30 ആ സമയത്ത് പ്രാർത്ഥിക്കും. കറക്റ്റായിട്ട് 5:30 പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈബിള് ചിലപ്പോൾ ഞാൻ ഉറക്കം വരുവാണെങ്കിൽ അന്ന് വായിക്കത്തില്ല, ഇല്ലെങ്കിൽ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ 2ാമത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാതെയായപ്പം ഞാൻ അവിടെ പള്ളിയിൽ പോയി ഒരു ദിവസം ഇങ്ങനെ അവിടെ തന്നെ കൊല്ലത്ത് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ നീ കരയുന്നേ? ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഇൻ്റർവ്യൂ 2-3 വട്ടം അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററിൽ 2-3 എണ്ണം ഉണ്ട്, പക്ഷെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതുപോലെ ആലപ്പുഴ കൃപാസന മാതാവുണ്ട്, അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ പോയി മാതാവിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചിട്ട് നല്ലപോലെ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ ഇരുന്ന മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഉടമ്പടി ജീവിതം അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിള് വായിക്കും, രാവിലെ 5:30 തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കാരുണ്യ പ്രവർത്തികൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പൈസ കൊടുത്തൊക്കെ എല്ലാവരെയും സഹായിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെയും അയലത്തുള്ള ചേച്ചിമാരെയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ 6 മാസത്തേക്കേ ഉള്ളൂ OETയുടെ വാലിഡിറ്റി. അപ്പം ഞാൻ പല ഏജൻസിയിൽ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്ന OET ഇനിയും ഒന്നും കൂടെ അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ, ഈ OET വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് അടുത്ത ദിവസം വേറൊരു ഏജൻസിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരി ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സെപ്റ്റംബറിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് കിട്ടി. വർക്ക് പെർമിറ്റ് ആയാലും വിസ ആയാലും ഒക്കെ വരാൻ കുറേ താമസമെടുത്തു. ഞാൻ എല്ലാം മാതാവിനെ കൈവിടാതെ മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും 15-17 ദിവസം കൊണ്ടൊക്കെയാണ് വിസ വരുന്നത്. എനിക്ക് ഏകദേശം 1 മാസം കഴിഞ്ഞു വിസ വരാൻ. ഞാൻ അങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് തന്നെ പറഞ്ഞു, വിസ വരുന്നില്ലല്ലോ ഇത്രയും ദിവസമായിട്ടും. ഞാൻ ഡിസംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ജനുവരി 3 ചേച്ചി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചേക്കുന്നത്. ജനുവരി 2-ാം തീയതി പാസ്പോർട്ട് വിസ അടിച്ച് എൻ്റെ കയ്യിൽ വന്നു. 2ാമത്തെ പാസ്പോർട്ട് എടുത്തപ്പോൾ ആദ്യമായിട്ട് അയർലൻഡ് വിസയാണ് അതിനകത്ത് അടിച്ചു വന്നേക്കുന്നത്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ OET വാലിഡിറ്റി മാർച്ച് 4-ാം തീയതി തീരും. എനിക്ക് അവിടെ ചെന്നിട്ടൊരു എക്സാം ഉണ്ട്. അത് എനിക്ക് മാർച്ച് 2-3 ആയിരുന്നു ഡേറ്റ് കിട്ടിയേക്കുന്നത്. ആ ഡേറ്റ് കിട്ടിയാൽ എനിക്ക് പറ്റില്ല. നമ്മുടെ OETയുടെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് തന്നെ എക്സാം പാസ്സായി അവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞ് ജനുവരി 2ാമത്തെ ആഴ്ചത്തെ ധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ധ്യാനം കഴിയുമ്പോഴത്തേക്കിനും മാതാവ് എനിക്ക് നല്ലൊരു ഡേറ്റ് ശരിയാക്കി തരണമെന്ന്. ധ്യാനം കൂടി ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ധ്യാനം കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ ധ്യാനം തീർന്നു കഴിയുമ്പോഴത്തേക്കിന് ഡേറ്റ് കിട്ടണമെന്ന്. ഞാൻ ധ്യാനം കഴിഞ്ഞ് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഒരു 12:45 ആയപ്പോഴത്തേക്കിന് ഡേറ്റ് വന്ന് കിടക്കുന്നു. ഫെബ്രുവരി 11-ഉം 17-ഉമാണ് അവിടെ ചെന്നിട്ടുള്ള എക്സാം. എനിക്ക് ടിക്കറ്റ് വന്ന് ഫെബ്രുവരി 7-ാം തീയതി വെളുപ്പിന് 3:50 ഫ്ലൈറ്റ് പോകാനായിട്ട്. ഏകദേശം OET എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് പോകാനുള്ള അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം, എൻ്റെ കുഞ്ഞുങ്ങൾ 2 ഇരട്ട കുട്ടികളാണ് എനിക്ക്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. അവരുടെ അസുഖങ്ങളൊക്കെ അപ്പം തന്നെ മാറാറുണ്ട്.
പിന്നെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ വിചാരിച്ചു, മാതാവേ, ഞാനെന്താ ഇങ്ങനെ സ്വപ്നം കണ്ട്? ഒരിക്കലും ഞാൻ അങ്ങനെ കാണാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സ്വപ്നമായിരുന്നു. അതിന് ഞാൻ മാതാവി എന്താ ഇതിങ്ങനെ കണ്ടത്, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മാതാവ് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ബൈബിളിനെ പറ്റി അത്ര അറിയത്തില്ലെങ്കിലും ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം ഇങ്ങനെയായിരുന്നു: നിനക്ക് ഞാൻ സ്വപ്നത്തിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന്. അതും കൂടെ ആയപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, മാതാവ്, ഇതിൻ്റെ സത്യാവസ്ഥ നീ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എന്തായാലും നീ കാണിച്ചു തരണം, തെളിവ് സഹിതം. ഒരാഴ്ച എടുത്തില്ല, 3 ദിവസം. എനിക്കിപ്പം മേലെല്ലാം പെരുക്കും അത് പറയുമ്പോൾ തന്നെ. 3 ദിവസത്തിനകത്ത് തെളിവ് സഹിതം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്തായാലും മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ്, എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, നീ എന്തുവാന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ ആ കാര്യം മാതാവ് തന്നെ എല്ലാം ശരിയാക്കി. എൻ്റെ കുടുംബജീവിതം ഇപ്പം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും യേശുവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ എന്നാൽ കഴിയും വിധം ഞാൻ പൈസ കൊടുത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കുന്നു. പിന്നെ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു രോഗികളെ സന്ദർശിക്കാൻ പോകേണ്ട ആവശ്യം വന്നില്ല. ഞാൻ പേഷ്യൻസിനെ നോക്കുമ്പോഴായാലും കെയർ കൊടുക്കുമ്പോഴായാലും ഒക്കെ അത്ര നന്നായിട്ട് തന്നെ മാതാവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്ത് ഇവിടുത്തെ പത്രം വാങ്ങിച്ചെങ്കിലും ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ അലമാരി തന്നെയാണ് വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാം കേൾക്കുന്നത് പത്രം കൊടുക്കണം. ആദ്യം പിന്നെയാണ് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ജപമാല, പിന്നെ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലെല്ലാം ചെറുപ്പക്കാരായ ആൺകുട്ടികൾ തന്നെ വന്നത് ജപമാല ചൊല്ലുന്നതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അതിശയം, ഇത്ര ചെറുപ്പക്കാരായ ആൺകുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാനും ജപമാല വാങ്ങിച്ചു. ജപമാല എങ്ങനെ ചൊല്ലണ്ടേന്ന് അറിയത്തില്ല. ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയപ്പോൾ ഇവിടെ നിന്നൊരു ജപമാല പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി യൂട്യൂബിൽ നോക്കി പഠിച്ച് എങ്ങനെയാണെന്ന്. എങ്കിലും എനിക്ക് ശരിക്കും അങ്ങോട്ടായില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരിയോട് തന്നെ ചോദിച്ചു, അവൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടതെന്ന്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ജപമാലയും ചൊല്ലുന്നുണ്ട്. എത്ര രാത്രിയായാലും ഞാൻ ബൈബിള് 30 മിനിറ്റ് വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. രാവിലെ 5:30 തന്നെ ഞാൻ എണ്ണീറ്റ് പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ തന്നെ. എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്കും ആ മാതാവിനെ ഒന്ന് കാണണമെന്ന്. എനിക്കും അവളെ കൊണ്ടുവരണം. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം മക്കളെയും കൊണ്ടുവരണം ഇവിടെ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. പുള്ളി ഒരു ദിവസം പോയപ്പം, അത് ഞാൻ സിസ്റ്ററിനോട് പറയാൻ വിട്ടുപോയി, പോയപ്പോഴത്തേക്കിന് ഒരാൾ ബൈക്ക് ഇടിച്ച് വീണു. അത് ഒരു ലേഡി കാറ് ക്രോസ് കൊണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തി എന്തോ സംസാരിച്ചെന്ന് തോന്നുന്നു. കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു, ഹെൽപ്പർ ആളായിട്ട്. രണ്ടുപേരും എന്തോ സംസാരിച്ചു. നിങ്ങൾക്കറിയാം, ഒരു ലേഡീസ് പോയി കേസ് കൊടുത്താൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താകുമെന്ന്. അതുപോലെ അവരുടെ ബ്രദർ അവിടുത്തെ പേരുകേട്ട ഒരു വക്കീലായിരുന്നു. അങ്ങനെ അവർ കേസ് കൊടുത്തു. അങ്ങനെ ഞാൻ മാതാവിനോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ഇതൊരു പ്രശ്നം ഉണ്ടാവരുത്, എന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന്. അങ്ങനെ അവരെ പോയി കണ്ട് സംസാരിച്ചു. എന്തായാലും അവരത് ക്ഷമിച്ചു. അവർ കേസ് പിൻവലിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശു നന്ദി. ഞാൻ പൂങ്കാവിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാൻ 2008 മുതൽ ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പം ഞാൻ 3 ആവശ്യമായിട്ടാണ് കടന്നു വന്നത്. എൻ്റെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കണം, എനിക്കൊരു ജോലി, ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി കുറേ നാളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണ്, അത് പൂർത്തീകരിക്കണം എന്നൊരു 3 ആവശ്യങ്ങളുമായിട്ട് ഇവിടെ വന്നത്. അങ്ങനെ ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ എക്സാം നീണ്ടു പോയി. അങ്ങനെ 2010 അപ്പം എനിക്ക് ഒരു ജോലിയാണ് അത്യാവശ്യം, കല്യാണമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ 2006 തൊട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു മകളെ സംബന്ധിച്ച് ഒരു വിവാഹമാണ് പ്രധാനം. അപ്പോൾ അമ്മ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2010 ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ എനിക്കൊരു വിവാഹാലോചന വരികയും അമ്മയും ഞാനും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, നീ ധൈര്യമായിട്ട് വിവാഹത്തിന് സമ്മതിക്ക്, ജോലി നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 2010 എൻ്റെ വിവാഹം നടന്നു. അതോടൊപ്പം തന്നെ ഈ എക്സാമിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് എക്സാം എഴുതാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും വരികയും 2012 എനിക്ക് എക്സാം
2011 ആയപ്പോൾ തന്നെ എക്സാം എഴുതാനായിട്ടുള്ള കോൾ ലെറ്റർ വരികയും ചെയ്തു. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഇതുപോലെ എനിക്ക് എക്സാമാണ്, അതിൻ്റോടൊപ്പം തന്നെ എനിക്കൊരു കുഞ്ഞിനെയും വേണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, എനിക്ക് കുഞ്ഞാണ് ആവശ്യം അതോ ജോലിയാണോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് രണ്ടും ഒരുപോലെ വേണമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. 2012 ആയപ്പം എനിക്ക് റെയിൽവേയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. ആ സെയിം 2012 തന്നെ എനിക്കൊരു കുഞ്ഞിനെയും ലഭിച്ചു. അതിനുശേഷം ജോലി കിട്ടി. എനിക്ക് നല്ലൊരു ഭർത്താവിനാണ്, അതായത് എനിക്ക് പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ടുള്ള നല്ലൊരു ജീവിത പങ്കാളിയാണ് ലഭിച്ചത്. 2018 ഇവിടെ ഉടമ്പടി എടുക്കുക, അതായത് ജനുവരി മാസം 14-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ക്യാരിങ് ആയി 2018 ഡെലിവറി ആയി. ആ സമയത്ത് കുഞ്ഞിന് സഫോക്കേഷൻ ഉണ്ടാവുകയും അവനെ NICയിലേക്ക് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ഞാൻ വേറെ ഹോസ്പിറ്റലും ആയിരുന്നു. ഇവിടെ അച്ഛനെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പേടിക്കേണ്ട മോളെ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. പരിശോധനയിൽ മോന് ഹാർട്ടിൽ 4 ഹോളുണ്ട്, വാൽവിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ